ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരീക്ഷയിൽ കേരളം, കല, സാഹിത്യം, സംസ്കാരം ഈ മേഖലകളിൽ നിന്നും നന്നായിട്ട് ചോദ്യം കണ്ടിട്ടുണ്ട് നമ്മൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മാധ്യമരംഗം എന്നുള്ളത്. അപ്പോൾ മാധ്യമരംഗത്ത് നിന്നും സെലക്റ്റീവായി PSCയുടെ പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എപ്പിസോഡാണിത്. മാധ്യമരംഗത്തിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ എന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെ. കാരണം ആ ഭാഗത്തു നിന്നും കവർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പ്രധാന ചോദ്യങ്ങളും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? എവിടെ നിന്നുമാണ്? തലശ്ശേരിയിൽ നിന്നാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് ഈ ഒരു ഏരിയ പഠിക്കുന്നവർക്കും ഇതെന്താണ് റിവിഷനാണെന്നല്ല, ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും കാര്യങ്ങളെ വേഗം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്ന് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇവിടെ 2 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം തലശ്ശേരിയാണ്. അതിലൊരു ചോദ്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ? മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. അപ്പോൾ 2 ചോദ്യങ്ങളല്ലേ നമ്മളിവിടെ പഠിച്ചത്. 1, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. 2, മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ഉത്തരം തലശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണം ഏത്? ഉത്തരം പശ്ചിമോദയം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ഏത്? ഉത്തരം പശ്ചിമോദയം. അപ്പോൾ മലയാളത്തിലെ രണ്ടാമത്തെ പത്രവും മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണവും പശ്ചിമോദയമാണ്. രാജ്യസമാചാരത്തിൻ്റെ ഉപജ്ഞാതാവാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. അപ്പം മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണമാണ് പശ്ചിമോദയം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. രാജ്യസമാചാരത്തിൻ്റെ ഉപജ്ഞാതാവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുമത ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു രാജ്യസമാചാരത്തിൻ്റെ ലക്ഷ്യം. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച വർഷം 1847. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടത് 1947 അല്ലേ? അപ്പം 1847 അതുമായി റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. സ്വാതന്ത്ര്യം കിട്ടിയത് 1947, രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് 1847. രാജ്യസമാചാരത്തിൽ രാജ്യം അർത്ഥമാക്കുന്നത് എന്ത്? സ്വർഗരാജ്യം എന്നുള്ള അർത്ഥമാണ് കേട്ടോ രാജ്യസമാചാരത്തിലെ രാജ്യത്തിന്. പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത് 1847. അത് പ്രസിദ്ധീകരിച്ചത് ബേസൽ മിഷൻ സൊസൈറ്റിയാണ് പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പത്രാധിപർ F. മുള്ളർ ആയിരുന്നു. പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചതും തലശ്ശേരിയിൽ നിന്നാണ്. അപ്പം രാജ്യസമാചാരത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുമത ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് 1847. രാജ്യസമാചാരത്തിൽ രാജ്യം അർത്ഥമാക്കുന്നത് സ്വർഗരാജ്യം എന്നാണ്. പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് ബേസൽ മിഷൻ സൊസൈറ്റിയാണ് 1847. അതിൻ്റെ പത്രാധിപർ F. മുള്ളർ ആയിരുന്നു. പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. 1848 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച മാസിക ഏതാണ്? ഉത്തരം ജ്ഞാനനിക്ഷേപം. 1848 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച മാസികയാണ് ജ്ഞാനനിക്ഷേപം. രാജ്യസമാചാരത്തിൻ്റെ എത്ര ലക്കങ്ങൾ പുറത്തിറങ്ങി? 42 ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ, കേരളോൽപ്പത്തി എന്നീ കൃതികൾ അച്ചടിച്ച പത്രം ഏതാണ്? അത് പശ്ചിമോദയത്തിലാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ, കേരളോൽപ്പത്തി എന്നീ കൃതികൾ അച്ചടിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം ജ്ഞാനനിക്ഷേപമാണ്. വാർത്തകൾക്കൊപ്പം ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം ഏതാണ്? അതും ജ്ഞാനനിക്ഷേപമാണ്. അപ്പോൾ 1848 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച മാസികയാണ് ജ്ഞാനനിക്ഷേപം. രാജ്യസമാചാരത്തിൻ്റെ 42 ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ കൃതികൾ അച്ചടിച്ച പത്രമാണ് പശ്ചിമോദയം. തിരുവിതാംകൂറിലെ ആദ്യ പത്രമാണ് ജ്ഞാനനിക്ഷേപം. വാർത്തകൾക്കൊപ്പം ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രമാണ് ജ്ഞാനനിക്ഷേപം. പുല്ലേലി കുഞ്ചു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? അതും ജ്ഞാനനിക്ഷേപമാണ്. 1867
കോട്ടയത്ത് നിന്നും ട്രാവൻകൂർ ഹെറാൾഡ് എന്ന പത്രത്തിന് അനുബന്ധമായി WH മൂർ ആരംഭിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. 1867 കോട്ടയത്ത് നിന്നും ട്രാവൻകൂർ ഹെറാൾഡ് എന്ന പത്രത്തിന് അനുബന്ധമായിട്ട് WH മൂർ ആരംഭിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് CV രാമൻപിള്ളയാണ്. 1884 കോഴിക്കോട്ട് നിന്നും കേരള പത്രിക എന്ന പത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലബാർ സ്പെക്ട്രേറ്റർ എന്ന പേരിൽ 1879 ആരംഭിച്ച പത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് പൂവാടൻ രാമൻ. അപ്പം പുല്ലേലി കുഞ്ചു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച പത്രം ജ്ഞാനനിക്ഷേപമാണ്. 1867 കോട്ടയത്തു നിന്നും ട്രാവൻകൂർ ഹെറാൾഡ് എന്ന പത്രം, അതിൻ്റെ അനുബന്ധമായിട്ട് WH മൂർ ആരംഭിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് CV രാമൻപിള്ളയാണ്. 1887 കോഴിക്കോട്ട് നിന്നും കേരള പത്രിക എന്ന പത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലബാർ സ്പെക്ട്രേറ്റർ എന്ന പേരിൽ 1879 ആരംഭിച്ച പത്രത്തിൻ്റെ ഉപജ്ഞാതാവ് പൂവാടൻ രാമനാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസം അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് മലയാളി. എന്തിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? അത് അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്. ഏത് ദിവാന്റെ നയങ്ങളെ വിമർശിച്ചതിനാണ് സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചത്? മാധവറാവു എന്ന ദിവാന്റെ നയങ്ങളെ വിമർശിച്ചതിനാണ് സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചത്. തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യ പത്രമാണ് സന്ദിഷ്ടവാദി. അപ്പം മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസം അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് മലയാളി. എന്തിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? അത് അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയാണ്. മാധവറാവു എന്ന ദിവാന്റെ നയങ്ങളെ വിമർശിച്ചതിനാണ് സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചത്. തിരുവിതാംകൂറിൽ നിരോധിച്ച ആദ്യ പത്രം ഏതാണ്? സന്ദിഷ്ടവാദിയാണ്. കേരളമിത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? കേരളമിത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ കേരളമിത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. നസ്രാണി ദീപികയുടെ പ്രധാന നടത്തിപ്പുകാരൻ ആരായിരുന്നു? നിതിരിക്കൽ മാണി കത്തനാരാണ് നസ്രാണി ദീപികയുടെ പ്രധാന നടത്തിപ്പുകാരൻ. നസ്രാണി ദീപികയുടെ ആദ്യ പത്രാധിപരാണ് C കുര്യൻ. നസ്രാണി ദീപികയ്ക്ക് ആദ്യം നിർദ്ദേശിച്ച പേര് നസ്രാണി സാഹിത്യ പ്രകാശിക എന്നായിരുന്നു. നിരോധിക്കപ്പെട്ട മലയാള മനോരമയുടെ അച്ചടി പുനരാരംഭിച്ച വർഷമാണ് 1947. 1937 ഓഗസ്റ്റ് 29 EV കൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച വാരികയാണ് മലയാള മനോരമ. അപ്പം കേരളമിത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. നസ്രാണി ദീപികയുടെ പ്രധാന നടത്തിപ്പുകാരൻ ആരായിരുന്നു? നിതിരിക്കൽ മാണി കത്തനാറാണ്. നസ്രാണി ദീപികയുടെ ആദ്യ പത്രാധിപർ ആരാണ്? അത് C കുര്യനാണ്. നസ്രാണി ദീപികയ്ക്ക് ആദ്യം നിർദ്ദേശിച്ച പേരാണ് നസ്രാണി സാഹിത്യ പ്രകാശിക. നിരോധിക്കപ്പെട്ട മലയാള മനോരമയുടെ അച്ചടി പുനരാരംഭിച്ച വർഷമാണ് 1947. 1937 ഓഗസ്റ്റ് 29 EV കൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച വാരികയാണ് മലയാള മനോരമ. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമായ വിദ്യാസംഗ്രഹം കോട്ടയം CMS പ്രസ്സിൽ നിന്നും 1864 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം ഏതാ? വിദ്യാസംഗ്രഹം. അത് പ്രസിദ്ധീകരിച്ചത് കോട്ടയം CMS പ്രസ്സിൽ നിന്നും 1864. മലയാളിയുടെ ആദ്യ പത്രാധിപൻ ആരാ? മലയാളി അറിയാലോ. ആ മലയാളിയുടെ ആദ്യ പത്രാധിപൻ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. മലയാളി സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തു നിന്നും മലയാളി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1886. ഇന്ത്യയിലെ തന്നെ ആദ്യ കോളേജ് മാഗസിൻ ഏതാണ്? വിദ്യാസംഗ്രഹമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ കോളേജ് മാഗസിൻ. ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ജ്ഞാനനിക്ഷേപമാണ്.
അപ്പം മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് വിദ്യാസംഗ്രഹം. ആ വിദ്യാസംഗ്രഹമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാഗസിൻ എന്ന് പറയുന്നതും ഈ വിദ്യാസംഗ്രഹം തന്നെയാണ്. ഇത് കോട്ടയം CMS പ്രസ്സിൽ നിന്നും 1864 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മലയാളിയുടെ ആദ്യത്തെ പത്രാധിപനാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. മലയാളി എന്ന് പറയുന്നത് മലയാളി സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് ഈ മലയാളി. അത് 1886 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് ജ്ഞാനനിക്ഷേപം. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ. മലയാള മനോരമ ദിനപത്രമായത് 1928 കേട്ടോ. മലയാള മനോരമയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. മലയാള മനോരമയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത്. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശരിക്കും AD 1890. ദീപിക ദിനപത്രമായത് എപ്പോഴാണ്? 1927. ദീപിക ദിനപത്രമായത് 1927 മലയാള മനോരമ ദിനപത്രമായത് 1928. CP രാമസ്വാമി അയ്യർ മലയാള മനോരമ നിരോധിച്ച വർഷമാണ് 1938. CP രാമസ്വാമി അയ്യർ മലയാള മനോരമ നിരോധിച്ച വർഷമാണ് 1938. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം എന്ന് പറയുന്നത് ദീപികയാണ്. ദീപിക മാന്നാനത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് AD 1887. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട പത്രം ഏതാണെന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി പത്രമാണ്. സ്വദേശാഭിമാനി പത്രവുമായിട്ട് ബന്ധപ്പെട്ട ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഭാഷാഭൂഷണി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1892. ഭാഷാഭൂഷണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപികയാണ്. ദീപിക മാന്നാനത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് AD 1887. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യവുമായിട്ട് ബന്ധപ്പെട്ട പത്രമാണ് സ്വദേശാഭിമാനി. ഭാഷാഭൂഷണി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1892. ഭാഷാഭൂഷണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. 1891 പരവൂരിൽ നിന്നും കേശവനാശാൻ ആരംഭിച്ച പത്രമാണ് സുജനാനന്ദിനി. 1891 പരവൂരിൽ നിന്നും കേശവനാശാൻ ആരംഭിച്ച പത്രമാണ് ഇത് സുജനാനന്ദിനി. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം 1906 ജനുവരിയിൽ വക്കത്തോട്ട് മാറ്റി. എന്താണ്? 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അത് 1906 ജനുവരിയിൽ എങ്ങോട്ട് മാറ്റി? വക്കത്തോട്ട് മാറ്റി. 1907 തലശ്ശേരിയിൽ ആരംഭിച്ച മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ T ശിവശങ്കരനാണ്. എന്താണ്? 1907 തലശ്ശേരിയിൽ ആരംഭിച്ച മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ T ശിവശങ്കരനാണ്. 1913 മിതവാദി വിലയ്ക്ക് വാങ്ങി കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണനാണ്. എന്താണ്? 1913 മിതവാദി വിലയ്ക്ക് വാങ്ങി കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണനാണ്. 1907 തലശ്ശേരിയിൽ ആരംഭിച്ച മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ T ശിവശങ്കരനാണ്. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം 1906 ജനുവരിയിൽ വക്കത്തേക്ക് മാറ്റി. 1891 പരവൂരിൽ നിന്നും കേശവനാശാൻ ആരംഭിച്ച പത്രമാണ് സുജനാനന്ദിനി. 1917 റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ച മലയാള പത്രം ഏതാണ്? മിതവാദിയാണ്. മിതവാദിയുടെ ആദ്യ പത്രാധിപനായിരുന്നത് മൂർക്കോത്ത് കുമാരനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണെന്നറിയോ? വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പത്രം. SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ചതെന്നാണ്? 1904. K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തത് 1906 എന്നാണ്. K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തത് 1906. വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് M ഗോവിന്ദനാണ്.
വിദേശ വാർത്തകൾക്കായിട്ട് റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധം വച്ച ആദ്യ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് ആരാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത്. അതാണ് സ്വദേശാഭിമാനി എന്ന് എഴുതിയിട്ടുള്ളൂ. കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദിയാണ് കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1907 അപ്പം വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ ആയിരുന്നത് എം ഗോവിന്ദനായിരുന്നു. വിദേശ വാർത്തകൾക്കായിട്ട് റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയുമായിട്ട് ബന്ധം വെച്ച ആദ്യ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. സ്വദേശാഭിമാനിയുടെ പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1907 സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്നത് CP ഗോവിന്ദപിള്ളയാണ്. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങൾ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ച തൂലികാ നാമമാണ് കേരളൻ. എന്തൊക്കെയാണ്? കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങൾ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ച തൂലികാ നാമമാണ് കേരളൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ 1911 ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. 1921 കൊല്ലത്ത് സ്വരാജ് പത്രം ആരംഭിച്ചത് AK പിള്ളയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഓഡിയോ പതിപ്പ് കാഴ്ച എന്ന ആപ്പിലൂടെ പുറത്തിറക്കിയ പത്രവും കേരള കൗമുദിയാണ്. അപ്പം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങൾ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ച തൂലികാ നാമമാണ് കേരളൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ 1911 ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. 1921 കൊല്ലത്ത് സ്വരാട് പത്രം ആരംഭിച്ചത് AK പിള്ളയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഓഡിയോ പതിപ്പ് കാഴ്ച എന്ന ആപ്പിലൂടെ പുറത്തിറക്കിയ പത്രം കേരള കൗമുദിയാണ്. ഏത് വർഷമാണ് A ബാലകൃഷ്ണപിള്ള സമദർശിയുടെ പത്രാധിപരായത്? 1922 A ബാലകൃഷ്ണപിള്ള സമദർശിയുടെ പത്രാധിപരായത്. അതുപോലെ ഏത് വർഷമാണ് K അയ്യപ്പൻ സഹോദരൻ പത്രം ആരംഭിച്ചത്? 1917 കുളക്കുന്നത്ത് രാമൻ മേനോൻ 1918 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പത്രമാണ് സമദർശി. സമദർശി നിരോധിച്ച തിരുവിതാംകൂർ ദിവാനാണ് M.E. വാട്സ്. സമദർശിയുടെ ആദ്യ പത്രാധിപനായിരുന്നത് കുന്നത്ത് ജനാർദ്ദന മേനോനായിരുന്നു. അപ്പോൾ ഏത് വർഷമാണ് A ബാലകൃഷ്ണപിള്ള സമദർശിയുടെ പത്രാധിപരായത്? 1922. സഹോദരൻ പത്രം K അയ്യപ്പൻ ആരംഭിച്ചത് 1917. കുളക്കുന്നത്ത് രാമൻ മേനോൻ 1918 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പത്രമാണ് സമദർശി. സമദർശി നിരോധിച്ച തിരുവിതാംകൂർ ദിവാനാണ് M.E. വാട്സ്. സമദർശിയുടെ ആദ്യ പത്രാധിപരായിരുന്നത് കുന്നത്ത് ജനാർദ്ദന മേനോനാണ്. സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യ പത്രമാണ് സ്വരാട്. തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ലോകമാന്യൻ. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടറായിരുന്നത് K മാധവൻ നായരാണ്. ക്ലബ് FM എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത് മാതൃഭൂമിയാണ്. അപ്പം സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യ പത്രമാണ് സ്വരാട്. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ലോകമാന്യൻ. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടറാണ് K മാധവൻ നായർ. ക്ലബ് FM എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത് മാതൃഭൂമിയാണ്. 1924 കോഴിക്കോട്ട് നിന്നും അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. 1929 കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകൻ KG ശങ്കറാണ്. മലയാള രാജ്യത്തിൻ്റെ ആദ്യ പത്രാധിപനാണ് KG ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യമാണ്.
നഷ്ടത്തിലായതോടെ കേസരിയുടെ അച്ചടി അവസാനിപ്പിച്ചത്, കേസരി പത്രത്തിൻ്റെ അച്ചടി അവസാനിപ്പിച്ചത് 1935 അപ്പം 1924 കോഴിക്കോട്ട് നിന്നും അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. 1929 കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകനാണ് KG ശങ്കർ. മലയാള രാജ്യത്തിൻ്റെ ആദ്യ പത്രാധിപരും KG ശങ്കർ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യമായിരുന്നു. നഷ്ടത്തിലായതോടെ കേസരി പത്രത്തിൻ്റെ അച്ചടി അവസാനിപ്പിച്ചത് 1935. 1934 ചന്ദ്രിക പത്രം അച്ചടിച്ചു തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക പത്രമാണ് ചന്ദ്രിക. മംഗളം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1989. ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോഴിക്കോട്ട് നിന്നും 1975. തിരുവിതാംകൂർ അഭിമാനി എന്ന പത്രം ആരംഭിച്ചത് നാഗർകോവിലിൽ നിന്നാണ്. അതുപോലെ കേരളോപകാരി പ്രസിദ്ധപ്പെടുത്തിയത് 1847. അപ്പോൾ 1934 ചന്ദ്രിക പത്രം അച്ചടിച്ചു തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ്. മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക പത്രമാണ് ചന്ദ്രിക. മംഗളം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1989. ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. തിരുവിതാംകൂർ അഭിമാനി എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? നാഗർകോവിലിൽ നിന്നാണ്. അതുപോലെ 1847 കേരളോപകാരി പ്രസിദ്ധീകരണപ്പെടുത്തിയത്. ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപരാണ് PVK നെടുങ്ങാടി. ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? PVK നെടുങ്ങാടി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രമാണ് മിതവാദി. അതുപോലെ A. ബാലകൃഷ്ണപിള്ള 1930 സ്ഥാപിച്ച പത്രമാണ് കേസരി. കോൺഗ്രസ് കേരള ഘടകത്തിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. ചന്ദ്രിക ദിനപത്രമായത് 1938. ചന്ദ്രികയുടെ ആദ്യ പത്രാധിപരായിരുന്നത് തൈലക്കണ്ടി A. മുഹമ്മദാണ്. അപ്പോൾ ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ PVK നെടുങ്ങാടി. കേരളത്തിൽ ആദ്യമായിട്ട് വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രമാണ് മിതവാദി. A. ബാലകൃഷ്ണപിള്ള 1930 സ്ഥാപിച്ച പത്രമാണ് കേസരി. കോൺഗ്രസ് കേരള ഘടകത്തിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. ചന്ദ്രിക ദിനപത്രമായത് 1938. ചന്ദ്രികയുടെ ആദ്യ പത്രാധിപരാണ് തൈലക്കണ്ടി A. മുഹമ്മദ്. ദീനബന്ധു പ്രസിദ്ധീകരിച്ച വർഷം 1941. ദീനബന്ധുവിൻ്റെ ആദ്യ പത്രാധിപർ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിൻ്റെ മുഖപത്രമാണ് ജനയുഗം. വാരികയായി കൊല്ലത്തു നിന്നും ജനയുഗം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1947. ആദ്യ പത്രാധിപൻ N. ഗോപിനാഥൻ നായർ ആയിരുന്നു. ജനയുഗം ദിനപത്രമായത് 1953 നവംബർ 16. അപ്പം ദീനബന്ധു പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1941. ആദ്യ പത്രാധിപർ VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിൻ്റെ മുഖപത്രമാണ് ജനയുഗം. വാരികയായിട്ട് ഇത് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചത് 1947. ആദ്യ പത്രാധിപരായിരുന്നത് N. ഗോപിനാഥൻ നായരായിരുന്നു. ജനയുഗം ദിനപത്രമായത് 1953 നവംബർ 16. 1942 ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. നിലവിൽ ദേശാഭിമാനിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ദേശാഭിമാനിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പ്രഭാതം എന്ന പത്രമാണ്. ദേശാഭിമാനി ദിനപത്രമായത് 1946. ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രമാണ് ദീപിക. ഏത് പ്രസിദ്ധീകരണത്തിലാണ് യേശുദാസൻ, ജുബാ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് എന്നീ കാർട്ടൂണുകൾ വരച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അത് മലയാള മനോരമയിലാണ്. അപ്പോൾ 1942 ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട്ട് നിന്നാണ്. നിലവിൽ തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം. ദേശാഭിമാനിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പ്രഭാതം എന്ന പത്രമാണ്. ദേശാഭിമാനി ദിനപത്രമായത് 1946. ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത്
വക്കം മൗലവിയുടെ പത്രമായിട്ടുള്ള ദീപികയിലാണ്. അതുപോലെ യേശുദാസൻ, ജുബാ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് എന്നീ കാർട്ടൂണുകളൊക്കെ വരച്ചിരുന്നത് മലയാള മനോരമ പത്രത്തിലായിരുന്നു. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ടി വേണുഗോപാലാണ്. അന്ന് അദ്ദേഹം മാതൃഭൂമിയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ടി വേണുഗോപാൽ പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ചീഫ് എഡിറ്ററായിരുന്ന പ്രസിദ്ധീകരണമാണ് തളിര്. ഏത് പ്രശസ്ത പത്രപ്രവർത്തകൻ്റെ പങ്ക്തിയായിരുന്നു ഓവർ എ കപ്പ് ഓഫ് ടീ എന്നുള്ളത്? അത് പോത്തൻ ജോസഫിൻ്റെ പങ്ക്തിയായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡൻ്റായിരുന്ന കവിയാണ് NV കൃഷ്ണവാര്യർ. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന പ്രശസ്ത പത്രപ്രവർത്തകനാണ് കേസരി ബാലകൃഷ്ണപിള്ള. മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ മാസികയാണ് ഭാഷാപോഷിണി. അപ്പം പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ടി വേണുഗോപാലാണ്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ചീഫ് എഡിറ്ററായിരുന്ന പ്രസിദ്ധീകരണമാണ് തളിര്. ഏത് പ്രശസ്ത പത്രപ്രവർത്തകൻ്റെ പങ്ക്തിയായിരുന്നു ഓവർ എ കപ്പ് ഓഫ് ടീ? അത് പോത്തൻ ജോസഫിൻ്റെ പങ്ക്തിയായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡൻ്റായിരുന്ന കവി ആരാണ്? അത് NV കൃഷ്ണവാര്യറാണ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ ആരാണ്? കേസരി ബാലകൃഷ്ണപിള്ളയാണ്. മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ മാസികയാണ് ഭാഷാപോഷിണി. വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ പ്രസിദ്ധീകരണമാണ് ശാരദ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാസികയാണ് യുറീക്ക. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണെന്നറിയോ? കേരളീയ സുഗുണബോധിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. സ്ത്രീകളുടെ അവകാശങ്ങൾ ചർച്ചാവിഷയമാക്കിയ ആദ്യ മലയാള പ്രസിദ്ധീകരണമാണ് ശ്രീമതി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാഗസിനാണ് ഹെറാൾഡ് സ്പോർട്സ്. അത് BP മൊയ്തീൻ്റെയാണ് ഹെറാൾഡ് സ്പോർട്സ്. കേരളത്തിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പ്രസിദ്ധീകരണമാണ് കൃഷിക്കാരൻ. 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. എന്താണ്? 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ പ്രസിദ്ധീകരണമാണ് ശാരദ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാസികയാണ് യുറീക്ക. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനി. സ്ത്രീകളുടെ അവകാശങ്ങൾ ചർച്ചാവിഷയമാക്കിയ ആദ്യ മലയാള പ്രസിദ്ധീകരണമാണ് ശ്രീമതി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാഗസിനാണ് ഹെറാൾഡ് സ്പോർട്സ്, BP മൊയ്തീൻ്റെ. അതുപോലെ കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിദ്ധീകരണമാണ് കൃഷിക്കാരൻ. അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി കേൾക്കാൻ ശ്രമിക്കുക. 1-2 ആവർത്തി കേൾക്കുന്നതോടെ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയുന്നതേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.